കൊല്ലമായിട്ട് സഹസ്രനാമം മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. വളരെ നല്ല കാര്യം. അപ്പുറത്തെ ഒരു മുത്തശ്ശി എല്ലാ ദിവസവും ഞാൻ ഊണ് കഴിക്കുമ്പോൾ ഒരു ഉരുള മാറ്റി വെച്ച് ഇത് എന്റെ ഗുരുവായൂരപ്പനെന്ന് പറയാറുണ്ട്. അതും അതുപോലെ പ്രാധാന്യമുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭഗവാനോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾ ഭഗവാനെ കാണുമ്പോൾ ഭഗവാനും നിങ്ങൾ അതുപോലെ കാണാനാണ്. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പല ആൾക്കാരും കേട്ട കഥയായതുകൊണ്ടാണ്. വില്വമംഗലം സ്വാമിയാരോട് ഒരു വയറുവേദനക്കാരൻ വന്ന് പരാതി പറഞ്ഞൊരു കഥയുണ്ട്. വില്വമംഗലത്തിനോട് ഒരാൾ വന്ന് പറഞ്ഞു, സ്വാമിയാരെ എനിക്ക് നല്ല വയറുവേദനയാണ്, ഇത് മാറ്റിത്തരാനാണെന്നാ നിർത്തിയിട്ടുണ്ടോ? അപ്പൊ വില്വമംഗലം പറഞ്ഞു, ഞാൻ ഭഗവാനോട് പറയാം. ഭഗവാനെ കണ്ട സമയത്ത് ഉച്ചപൂജയ്ക്ക് ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അയാളുടെ വയറുവേദന മാറ്റി കൊടുക്കാൻ പറ്റുമോ? അയ്യോ വില്വമംഗലം അത് പറ്റില്ല, കാരണം അദ്ദേഹത്തിന് കർമ്മഫലാണ്. ഇതിപ്പോ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറെ ജന്മം ഇനിയും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് അത് മാറ്റാതിരിക്കണത് നല്ലത്. അദ്ദേഹത്തോട് പറഞ്ഞോളൂ. പിറ്റേ ദിവസം ഇദ്ദേഹം വീണ്ടും വന്നു. വില്വമംഗലം പറഞ്ഞു, ഇവിടെ ഒരു മാറില്ല, ഇത് കർമ്മഫലം എന്നാണ് ഭഗവാൻ പറഞ്ഞത്, ഇത് അനുഭവിച്ചെന്നെ തീർക്കണം, ഒരു നിർത്തിയില്ല. ഇയാൾ കരഞ്ഞോണ്ട് പോയി. ഇത്രേ പോണ വഴിയിൽ ഒരു പാവം മുത്തശ്ശി ഒരു ഇല്ലപ്പറമ്പിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലുന്നത് കേട്ടു. അകത്തേക്ക് കയറി ചെന്നു. നല്ല കലശലായിട്ടുള്ള വയറുവേദന ഉണ്ട് അമ്മേ, മാറ്റിത്തരാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം, ഞാൻ പറയാം. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ആ വെള്ളം കുടിച്ച പാടെ സ്വിച്ചിട്ട പോലെ വയറുവേദന നിന്നു. ഇദ്ദേഹം വന്ന വഴിക്ക് തിരിച്ചു ഓടി. നിങ്ങൾ എവിടത്തെ വില്വമംഗലാണ്? നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ വയറുവേദന മാറില്ല?